8ാം ക്ലാസ്സിൽ 20 മാർക്കിനും 40 മാർക്കിനും പരീക്ഷ എഴുതിയ നിങ്ങൾ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ എത്തി നിൽക്കുകയാണ്. ഇനി നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത് 40 മാർക്കൊന്നല്ല, 80 മാർക്കിന്റെ പരീക്ഷാ പേപ്പർ നിങ്ങൾ ഇനി കാണണം. 40 മാർക്കിന്റെ ഉണ്ട്. ഇപ്പോൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ 40 മാർക്കിനാണ്. പക്ഷേ സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ 80 മാർക്കിനാണ് പരീക്ഷ. പണ്ട് നിങ്ങൾക്ക് ബയോളജി ഒക്കെ 20 മാർക്കിനായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് 40 മാർക്കിനായി. അത് എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തത്തിലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അടിമുടി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി A+ കിട്ടാൻ കുറച്ചധികം എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. കുറച്ചധികം റിസ്ക് ആണ്. പണ്ട് 40 മാർക്കിൽ കുറച്ച് മാർക്ക് കിട്ടിയാൽ എന്താ A+ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതേ സമയത്ത് 80 മാർക്കിൻ്റെ പരീക്ഷ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അത്രത്തോളം മാർക്ക് നിങ്ങൾ കരസ്ഥമാക്കണം. പ്രശ്നമാണല്ലേ. അപ്പോൾ A+ കിട്ടാൻ 80-ൽ എത്ര വേണം, 40-ൽ എത്ര വേണം, അല്ലെങ്കിൽ പാസ്സാവാൻ 80-ൽ എത്ര വേണം, 40-ൽ എത്ര വേണം, അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ 9ാം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും, ഏത് കുട്ടിയാവട്ടെ, ആവറേജ് കുട്ടിയാവട്ടെ, ബിലോ ആവട്ടെ, അല്ലെങ്കിൽ ഹൈ കുട്ടിയാവട്ടെ, ആരാവട്ടെ, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകരിക്കപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വളരെ വേഗത്തിൽ ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതായത് 40 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണെങ്കിൽ, ഇനി നിങ്ങൾ 40 മാർക്കിൻ്റെ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണാം. 40 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട പാസ് മാർക്ക് 12 മാർക്കാണ്. എത്ര മാർക്കാണ്? 12 മാർക്ക്. പക്ഷേ നമ്മൾ 12 മാർക്ക് വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഞാൻ ജയിച്ചല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കരുത്. നമ്മളെ ലക്ഷ്യം എന്താണ്? ഫുൾ മാർക്കാണ്, അല്ലെങ്കിൽ A+ ആണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് എന്ത് ചെയ്യണം, എത്തിപ്പിടിക്കണം. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ചില ആൾക്കാർക്ക് അത്ര അതിമോഹങ്ങളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് പാസ്സായാൽ മതിയാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. 12 മാർക്കാണ് 40-ൽ പാസ്സാവാൻ വേണ്ടത്. 80-ലാണെങ്കിൽ 72 മാർക്കാണ്. എത്ര മാർക്കാണ്? 72 മാർക്ക്. സോറി പാസ്സാവാൻ 24 മാർക്ക് കേട്ടോ. 80-ൽ പാസ്സാവാൻ 24 മാർക്കാണ്. 24. ഓക്കെ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മളെ ലക്ഷ്യം 24 അല്ല, നമ്മളെ ലക്ഷ്യം A+ അല്ലെങ്കിൽ ഫുൾ മാർക്കോ ആണ്. നമ്മൾ നിലവാരമുള്ള വാപ്പാൻ്റെ മക്കളാ. ഓക്കെ. നമ്മൾ ലോക്കൽ പീപ്പിൾസ് അല്ല. നമ്മൾ ഹൈ ആയിട്ട് സ്വപ്നം കാണണം. സ്വപ്നം കാണാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, ധൈര്യമായിട്ട് സ്വപ്നം കണ്ടോളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് അത്ര മാർക്ക് വേണമെന്ന് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ചെങ്കിലുമൊക്കെ കിട്ടും. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. 80 മാർക്കാണെങ്കിൽ 24 പാസ്, 40 മാർക്കാണെങ്കിൽ 12 പാസ്. ഇനി മാർക്ക് ഗെറ്റിംഗ് ഫോർ A+ കിട്ടാൻ എത്ര മാർക്ക് വേണം? അത് 40 മാർക്കാണെങ്കിൽ 36 മാർക്ക് കിട്ടിയാലേ A+ ആവുള്ളൂ. അതേസമയം 80 മാർക്കാണെങ്കിൽ 72 മാർക്ക് കിട്ടണം, എങ്കിലേ A+ ആവുള്ളൂ. അപ്പോൾ കുറച്ച് അധികം മാർക്ക് കരസ്ഥമാക്കണം എന്നർത്ഥം. ഓക്കെ. ഇനി ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ അപ്പോൾ അതിൻ്റെ ഇടയിൽ B+, B, C+, D+, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ? പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ഞാൻ പറയും, എടാ 80 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണെങ്കിൽ 72 മുതൽ 80 വരെ കിട്ടിയാൽ A+, 64 മുതൽ 71 കിട്ടിയാൽ A, 56 മുതൽ 63 കിട്ടിയാൽ B+, 48 മുതൽ 55 വരെ കിട്ടിയാൽ B, 40 മുതൽ 47 ആണെങ്കിൽ C+, 32-39 ആണെങ്കിൽ C, 24-31 ആണെങ്കിൽ D+. ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാതും ഒറ്റ സ്ട്രക്ചറിൽ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. പ്രശ്നമൊന്നുമില്ല, സ്ക്രീൻഷോട്ട് അടിച്ചോളൂ. ഓക്കെ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ചു വെക്കാം, എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ. ഇനി അഥവാ 24 മാർക്കിൻ്റെ താഴെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലോ, ഫെയിൽ, പരാജയപ്പെട്ടു, തോറ്റുപോയി, പ്രശ്നമാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, എത്തരുത്. തോൽക്കുന്നൊരു സംഭവം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവുകയും ചെയ്യരുത്. തോൽവി നോ വേ. ഓക്കെ. ഇനി 40 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 36+ ആണെങ്കിൽ A+, 32 മുതൽ 36 ആണെങ്കിൽ A, 28-31 ആണെങ്കിൽ B+, 24-27 ആണെങ്കിൽ B, 20-23 ആണെങ്കിൽ C+, 16-19 ആണെങ്കിൽ C, 12-15 ആണെങ്കിൽ D+. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒറ്റ സ്ട്രക്ചറിലാണ് പറഞ്ഞത്. ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവാം. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ അല്ലേ. ഇനി ഇതിൽ 12-ൽ താഴെ കിട്ടിയാലോ, പരാജയപ്പെട്ടു, ഫെയിലാണ്. ഞാൻ വീണ്ടും പറയുന്നു, അതിൽ നമ്മൾ എത്തരുത്. നമ്മൾ A+ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു A എങ്കിലും കരസ്ഥമാക്കാം. നമുക്ക് പടിപടിയായിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് കയറാം. പ്രശ്നമില്ല. കുറേ എക്സാമുകളുണ്ടല്ലോ, നമ്മൾ അവസാനത്തിലേക്ക് എന്ത് ചെയ്യും, മുന്നിട്ട് കയറി കുതിച്ച് വേറെ ലെവലാകും. ഇപ്പം ഈ ഓണപരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു B+ ആണ്, പ്രശ്നമില്ല. ക്രിസ്മസിലേക്ക് അത് നമ്മൾ A എത്തിക്കും. കൊല്ല പരീക്ഷയ്ക്ക് നമ്മൾ A+ ആക്കും. പക്ഷെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്യരുത്, D+നേക്കാൾ താഴെ D അല്ലെങ്കിൽ E ഒന്നും ആവരുത് കേട്ടോ. ഓക്കെ. അതിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. നമ്മൾ തോൽക്കരുത്. അങ്ങനെ നമ്മൾ തോറ്റുകൊണ്ട് നമ്മൾ നിലവാരമില്ലാത്ത രീതിയിലേക്ക് തരം താഴ്ന്നു പോകരുത്. മുന്നേറണം, പവർഫുൾ ആയിരിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ, എനിക്ക് A+ വേണം, A വേണം, B+, B, C+, C, D+, എനിക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സീ യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ അർക്കൽ. ഗുഡ് ബൈ.